കള്ളൻ്റെ ത്യാഗം. ചിലരങ്ങനെയാണ്. അവർ കള്ളത്തരങ്ങളും അക്രമവും കാട്ടുമെങ്കിലും ചില നേരങ്ങളിൽ ചില നന്മകൾ ചെയ്യും. അത് പലരെയും രക്ഷപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെയൊരു കഥയാണ് ഇത്. ഒരു രാജാവിന് ഒരു മകനുണ്ടായിരുന്നു. ഒറ്റ മകനായതുകൊണ്ട് രാജാവ് ലാളിച്ച് വളർത്തി. അതിനാൽ രാജകുമാരൻ ഉഴപ്പി നടന്നു. മുതിർന്നപ്പോഴും ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാകാതെ കൂട്ടുകാരുമായി കളിച്ചു നടക്കാനായിരുന്നു അവനിഷ്ടം. അവന് 2 കൂട്ടുകാരന്മാരുണ്ടായിരുന്നു. ഒരാൾ വ്യാപാരിയുടെ മകനും മറ്റേയാൾ പണ്ഡിതൻ്റെ മകനും. ഒരു ദിവസം രാജാവ് കുമാരനെ ശകാരിച്ചു. നീ ഇങ്ങനെ ഒരു ശ്രദ്ധയുമില്ലാതെ കളിച്ചു നടന്നാൽ എങ്ങനെയാണ്? മുതിർന്നാൽ രാജാവാകേണ്ടവനാണ്. അതിനുള്ള വിജ്ഞാനം നീ നേടിയോ? എപ്പോഴും കൂട്ടുകാരന്മാരുമായി കളിച്ചു നടക്കാൻ പറ്റില്ല, രാജാവ് താക്കീത് ചെയ്തു. രാജാവ് ശകാരിച്ചത് കുമാരന് ഇഷ്ടമായില്ല. രാജസദസ്സിൽ എല്ലാവരും കേൾക്കെയാണ് ശകാരിച്ചത്. അവനത് നാണക്കേടായി. അവൻ കൂട്ടുകാരോട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ വ്യാപാരിയുടെ മകൻ പറഞ്ഞു, സാരമില്ല, വീട്ടിൽ എന്നെയും ശകാരിക്കാറുണ്ട്. പണ്ഡിതൻ്റെ മകനും അതുതന്നെ പറഞ്ഞു, തനിക്കും വഴക്ക് കിട്ടാറുണ്ട്. തൻ്റെ കൂട്ടുകാരും വഴക്ക് കേൾക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ കുമാരന് തെല്ല ആശ്വാസമായി. താൻ മാത്രമല്ലല്ലോ, കൂട്ടുകാരുടെ അവസ്ഥയും തന്നെ പോലെ തന്നെ. എന്നാൽ ഇനിയും വഴക്ക് കേൾക്കാൻ വയ്യ. 3 പേർക്കും നാട് വിട്ടു പോകാം, കുമാരൻ പറഞ്ഞു. മറ്റു 2 പേരും സമ്മതിച്ചു. അകലെ രത്നമലയുണ്ട്, അവിടെ പോയി രത്നങ്ങൾ സമ്പാദിക്കാം. അങ്ങനെ രത്നങ്ങളുമായി മടങ്ങി വരുമ്പോൾ വീട്ടുകാർക്ക് തങ്ങളോട് സന്തോഷമാവും എന്നവർ കരുതി. അവർ യാത്ര പുറപ്പെട്ടു. രത്നമലയിലെത്തി. കുറേ ബുദ്ധിമുട്ടിയെങ്കിലും അവർ രത്നങ്ങൾ നേടി. സന്തോഷമായി. ഇനി വീട്ടിലേക്ക് മടങ്ങാം. വീട്ടിൽ ഇനി ആരും തങ്ങളെ വഴക്ക് പറയുകയില്ല എന്നവർ ആശ്വസിച്ചു. വനത്തിലൂടെയാണ് മടങ്ങി വരേണ്ടത്. വഴിയിൽ കൊള്ളക്കാരുണ്ടാവും. രത്നങ്ങൾ കണ്ടാൽ അവർ കൊള്ളയടിക്കും, ചിലപ്പോൾ കൊല്ലുകയും ചെയ്യും. അവർക്ക് ഭയമായി. രത്നങ്ങൾ വിഴുങ്ങാം. അപ്പോൾ കൊള്ളക്കാർക്ക് തട്ടിപ്പറിക്കാനാവില്ലല്ലോ. അവർ അവരുടെ കൈകളിലുള്ള രത്നങ്ങൾ വിഴുങ്ങി. ഇതെല്ലാം ഒളിച്ചു നിന്ന് ഒരു കള്ളൻ കാണുന്നുണ്ടായിരുന്നു. അയാളും രത്നമലയിൽ രത്നം തേടി വന്നതാണ്. പക്ഷേ അയാൾക്കൊന്നും കിട്ടിയിരുന്നില്ല. ഇവരോടൊപ്പം കൂടിയാൽ സൗകര്യം കിട്ടുമ്പോൾ മൂവരെയും കൊന്ന് രത്നങ്ങൾ സ്വന്തമാക്കാം എന്നയാൾ വിചാരിച്ചു. അയാൾ അവരെ സമീപിച്ചു. ഞാനൊരു വഴിയാത്രക്കാരനാണ്. ഒറ്റയ്ക്ക് നടക്കാൻ പേടി തോന്നുന്നു. നിങ്ങളോടൊപ്പം ഞാനും വരട്ടെ? രാജകുമാരനും കൂട്ടുകാരും സമ്മതിച്ചു. 4 പേരും ഒരുമിച്ച് നടന്നാൽ ഏതാപത്തും നേരിടാമല്ലോ. അവർക്ക് സന്തോഷമായി. കുറേ ദൂരം ചെന്നപ്പോൾ ഒരു സംഘം കൊള്ളക്കാർ അവരെ വളഞ്ഞു. കയ്യിലുള്ളതെല്ലാം കൊടുത്തില്ലെങ്കിൽ കൊന്നുകളയുമെന്ന് കൊള്ളക്കാർ ഭീഷണിപ്പെടുത്തി. അവർ ഭയന്നുപോയി. തങ്ങളുടെ കൈകളിൽ ഒന്നുമില്ലെന്നും വഴിയാത്രക്കാർ മാത്രമാണെന്നും 4 പേരും പറഞ്ഞു. കൊള്ളക്കാർ അവരെ പരിശോധിച്ചു. രത്നങ്ങളൊന്നും കിട്ടിയില്ല. അവരെ വിടരുത്, അവരുടെ കൈവശം രത്നങ്ങളുണ്ട്, ഒരു കാക്ക മരത്തിലിരുന്ന് വിളിച്ചു പറഞ്ഞു. കൊള്ളക്കാർ വീണ്ടും പരിശോധന നടത്തി. ഒന്നും കിട്ടിയില്ല. നിരാശയോടെ കൊള്ളക്കാർ അവരെ പോകാൻ അനുവദിച്ചു. അപ്പോൾ ആ ദുഷ്ടൻ കാക്ക വീണ്ടും പറഞ്ഞു, വിടരുത്, അവരുടെ കൈവശം രത്നങ്ങളുണ്ട്. കാക്ക ആവർത്തിക്കുന്നത് കേട്ട് കൊള്ളത്തലവൻ അവരെ പിടിച്ചു കെട്ടി. വയറിനുള്ളിൽ രത്നമുണ്ടോ എന്നറിയാൻ വയർ കീറി നോക്കാൻ അയാൾ ആജ്ഞാപിച്ചു. ഇത് കേട്ട് സന്തോഷിച്ച് ദുഷ്ടനായ കാക്ക
പറന്നു പോവുകയും ചെയ്തു. സംഘത്തിലുള്ള കൊള്ളക്കാർ കത്തിക്ക് മൂർച്ച കൂട്ടാൻ തുടങ്ങി. അപ്പോൾ കള്ളനും കുമാരന്മാരും ദുഃഖിതരായി തീർന്നു. തങ്ങളിപ്പോൾ മരിക്കും. എളുപ്പത്തിൽ പണം നേടാൻ ഇറങ്ങിത്തിരിച്ചത് അബദ്ധമായി എന്ന് കുമാരന്മാർ ചിന്തിച്ചു. കള്ളൻ ചിന്തിച്ചത് മറ്റൊരു രീതിയിലായിരുന്നു. അവരുടെ വയറ്റിൽ സ്വർണമുണ്ട്. അവരെ കൊന്ന് സ്വർണം കൈക്കലാക്കിയ ശേഷം കൊള്ളക്കാർ തന്നെയും വയർ കീറി കൊല്ലും. എന്നാൽ തൻ്റെ വയർ ആദ്യം കീറിയാൽ രത്നം കിട്ടാതെ വരുമ്പോൾ മറ്റു 3 പേരെയും വെറുതെ വിടുമല്ലോ എന്നയാൾ ചിന്തിച്ചു. കള്ളൻ കൊള്ളത്തലവനോട് പറഞ്ഞു, ഞങ്ങൾ 4 സഹോദരന്മാർ ഞങ്ങളുടെ ഒരു ബന്ധു വീട്ടിൽ പോയി വരികയാണ്. ഞങ്ങളുടെ കൈവശം രത്നങ്ങളൊന്നുമില്ല. ഞാൻ മൂത്ത ആളാണ്. നിങ്ങൾ എൻ്റെ വയർ കീറി പരിശോധിക്കൂ. എൻ്റെ അനുജന്മാരെ കൊല്ലുന്നത് കാണാൻ എനിക്ക് ശക്തിയില്ല. ആദ്യം എന്നെ കൊല്ലൂ. കൊള്ളക്കാർ കള്ളൻ്റെ വയർ കീറി നോക്കിയപ്പോൾ രത്നങ്ങളൊന്നും കിട്ടിയില്ല. കൊള്ളക്കാർക്ക് നിരാശയായി. ഒരു കാക്കയുടെ വാക്ക് കേട്ട് ഒരു മനുഷ്യനെ കൊന്നതിൽ അവർ ദുഃഖിച്ചു. മറ്റു 3 പേരെയും അവർ വെറുതെ വിടുകയും ചെയ്തു. കണ്ടില്ലേ, കള്ളൻ്റെ ത്യാഗം കൊണ്ട് 3 ജീവൻ രക്ഷിക്കാനായി. ഇനി മറ്റൊരു കഥ കേൾക്കാം. അടുത്ത കഥ പരുന്ത് മനുഷ്യനെ റാഞ്ചി. പരുന്തുകൾ മനുഷ്യരെ റാഞ്ചുമോ? കോഴിക്കുഞ്ഞുങ്ങളെയാണ് പരുന്ത് റാഞ്ചുന്നത്, അല്ലേ? എന്നാൽ ഈ കഥയിൽ പരുന്ത് മനുഷ്യനെ റാഞ്ചിയതെങ്ങനെ എന്ന് പറയാം. ഒരിടത്ത് ഒരു കച്ചവടക്കാരനുണ്ടായിരുന്നു. വളരെ നല്ല രീതിയിൽ നടന്നു വന്ന കച്ചവടം പെട്ടെന്ന് ക്ഷയിച്ചു. കച്ചവടത്തിൽ വലിയ നഷ്ടമുണ്ടായതിനാൽ അയാൾ കച്ചവടം നിർത്തി. അലമാര, മേശ തുടങ്ങിയ വീട്ടുസാധനങ്ങൾ വരെ അയാൾക്ക് നഷ്ടമായി. എന്നാൽ ഒരു പഴയ ത്രാസ് അയാൾക്കുണ്ടായിരുന്നത് വിൽക്കാൻ കച്ചവടക്കാരന് മനസ്സ് വന്നില്ല. അത് കുടുംബസ്വത്തായി കിട്ടിയ വകയായിരുന്നു. അതിനോട് പ്രത്യേക സ്നേഹം അയാൾ പുലർത്തി. പണത്തിന് വളരെ ബുദ്ധിമുട്ടുണ്ടായ ഒരു സന്ദർഭത്തിൽ അയാൾ ആ ത്രാസ് ഒരു ധനികന് പണയം വച്ച് കുറച്ച് പണം നേടി. പണവും പലിശയും കൊടുത്താൽ ആ ത്രാസ് തിരിച്ചെടുക്കാൻ വേണ്ടിയാണ് അത് പണയമായി വച്ചത്. കുറച്ചുനാൾ കഴിഞ്ഞ് അയാൾ പണമുണ്ടാക്കി ധനികൻ്റെ അടുത്ത് വന്ന് പണം വാങ്ങിക്കൊണ്ട് ത്രാസ് തിരിച്ചു തരണം എന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ധനികൻ ത്രാസ് നൽകാൻ തയ്യാറായില്ല. ത്രാസിനെ എലി ഭക്ഷിച്ചു എന്നയാൾ കള്ളം പറഞ്ഞു. ഇരുമ്പ് കൊണ്ടുള്ള ത്രാസിനെ എലി ഭക്ഷിക്കുകയില്ലല്ലോ. ധനികൻ തന്നെ പറ്റിക്കുകയാണെന്ന് കച്ചവടക്കാരന് മനസ്സിലായി. കച്ചവടക്കാരൻ പറഞ്ഞു, എന്നാൽ അത് പോട്ടെ, എലി ഭക്ഷിച്ചാൽ തിരിച്ചു കിട്ടുകയില്ലല്ലോ. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. പുഴയിൽ കുളിക്കാൻ പോകുമ്പോൾ തൻ്റെ വസ്ത്രങ്ങൾ കരയിൽ സൂക്ഷിക്കാൻ ഏതെങ്കിലും ഒരു കുട്ടിയെ കൂടെ അയക്കാമോ എന്നയാൾ ധനികനോട് ചോദിച്ചു. അതിനെന്താ എന്ന് പറഞ്ഞ് ധനികൻ തൻ്റെ മകനെ കച്ചവടക്കാരനോടൊപ്പം അയച്ചു. കച്ചവടക്കാരൻ കുട്ടിയെയും കൂട്ടി പുഴക്കരയിലേക്ക് പോയി. പോകുന്ന വഴിക്ക് അവന് മിഠായി വാങ്ങി നൽകി സന്തോഷിപ്പിച്ചു. കുട്ടി കച്ചവടക്കാരനുമായി കൂട്ടായി. കച്ചവടക്കാരൻ കുട്ടിയോട് പറഞ്ഞു, ഞാൻ മോൻ്റെ അച്ഛനെ ഒന്ന് കബളിപ്പിക്കട്ടെ. അതെങ്ങനെ? കുട്ടി ചോദിച്ചു. മോനെ ഞാൻ ഒരു ഗുഹയിൽ ഒളിച്ചിരുത്തും. നീ അവിടെ കരയാതെ ഇരിക്കണം. മോനെ കാണാനില്ലെന്ന് നിൻ്റെ അച്ഛനോട് പറഞ്ഞ് പറ്റിക്കാം. കുറെ കഴിഞ്ഞ് നിന്നെ ഞാൻ ഗുഹയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് അച്ഛന് കൊടുക്കാം. ഈ കളി കുട്ടിക്കിഷ്ടമായി. അവൻ ഗുഹയിൽ ഒളിച്ചിരുന്നു. കുളി കഴിഞ്ഞ് കച്ചവടക്കാരൻ ധനികൻ്റെ വീട്ടിലേക്ക് നടന്നു. കച്ചവടക്കാരൻ ഒറ്റയ്ക്ക് നടന്നു വരുന്നത് കണ്ടപ്പോൾ ധനികൻ മകൻ എവിടെ എന്ന് അന്വേഷിച്ചു.
താൻ കുളിച്ചുകൊണ്ട് നിന്നപ്പോൾ മകനെ ഒരു പരുന്ത് റാഞ്ചിക്കൊണ്ടുപോയി എന്ന് കച്ചവടക്കാരൻ മറുപടി പറഞ്ഞു. ധനികൻ കോപിച്ചു. പരുന്ത് മനുഷ്യനെ റാഞ്ചുമോ? നീ കള്ളം പറയുകയാണ്. തൻ്റെ ഒരേ ഒരു മകനെ തിരിച്ചു തരണമെന്നായി അയാൾ. എൻ്റെ ത്രാസു തന്നാൽ മകനെ തരാമെന്ന് കച്ചവടക്കാരൻ പറഞ്ഞു. കച്ചവടക്കാരൻ അതിന് തയ്യാറായില്ല. അയാൾ ഗ്രാമത്തിലെ ന്യായാധിപൻ്റെ മുന്നിൽ പരാതി കൊടുത്തു. ന്യായാധിപൻ കച്ചവടക്കാരനോട് ധനികൻ്റെ മകനെവിടെ എന്ന് ചോദിച്ചു. അപ്പോഴും കച്ചവടക്കാരൻ്റെ മറുപടി പരുന്ത് റാഞ്ചിക്കൊണ്ടുപോയി എന്ന് തന്നെയായിരുന്നു. പരുന്ത് മനുഷ്യനെ റാഞ്ചുകയില്ല എന്ന് ന്യായാധിപൻ പറഞ്ഞു. അപ്പോൾ കച്ചവടക്കാരൻ, ഇരുമ്പ് കൊണ്ടുള്ള ത്രാസ് എലി ഭക്ഷിക്കുന്ന നാട്ടിൽ മനുഷ്യനെ പരുന്ത് റാഞ്ചുകയും ചെയ്യും എന്ന് പറഞ്ഞു. ന്യായാധിപനൊന്നും മനസ്സിലായില്ല. കാര്യങ്ങൾ വിശദീകരിച്ചു പറയാൻ അദ്ദേഹം പറഞ്ഞു. കച്ചവടക്കാരൻ നടന്ന സംഭവമെല്ലാം പറഞ്ഞു. ന്യായാധിപൻ പൊട്ടിച്ചിരിച്ചുപോയി. അദ്ദേഹം ബുദ്ധിമാനായ കച്ചവടക്കാരനെ അഭിനന്ദിച്ചു. എന്നിട്ട് ദുരാഗ്രഹിയായ ധനികനോട് ത്രാസ് കച്ചവടക്കാരന് മടക്കി നൽകിയിട്ട് മകനെ സ്വന്തമാക്കാൻ പറഞ്ഞു. എളിഭ്യനായി തീർന്ന ധനികൻ ത്രാസ് നൽകി കച്ചവടക്കാരിൽ നിന്നും മകനെ തിരിച്ചു വാങ്ങി. കഥ ഇഷ്ടമായില്ലേ?